ബൈബിളിൽ നിന്നും ചുംബനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇസ്രയേൽ ചുംബിച്ച് ആലിംഗനം ചെയ്തത് ആരെയൊക്കെയാണ്? ഉത്തരം യോസഫിന്റെ പുത്രന്മാരായ എഫ്രൈമിനെയും മനശ്ശയെയും. ഉൽപ്പത്തി 48:8-13. അടുത്ത ചോദ്യം. ശമൂവേൽ അഭിഷേകം ചെയ്ത് ചുംബിച്ചത് ആരെയാണ്? ഉത്തരം ശൗലിനെ. 1 ശമൂവേൽ 10-1. അടുത്ത ചോദ്യം. യേശുവിൻ്റെ കാൽ ചുംബിച്ചത് ആരാണ്? ഉത്തരം പാപിനിയായ ഒരു സ്ത്രീ. ലൂക്കോസ് 7:37-38. അടുത്ത ചോദ്യം. യോസെഫ് തൻ്റെ അപ്പനെ അവസാനമായി ചുംബിച്ചത് എപ്പോഴാണ്? ഉത്തരം യാക്കോബ് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നപ്പോൾ. ഉൽപ്പത്തി 49:33-50-1. അടുത്ത ചോദ്യം. ചുംബനങ്ങളോടെ കരഞ്ഞ 2 സഹോദരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം യാക്കോബും ഏശാവും. ഉൽപ്പത്തി 33:4. അടുത്ത ചോദ്യം. ചുംബനം ചോദിച്ചു വാങ്ങിയ പിതാവ് ആരാണ്? ആരോടാണ് ചോദിച്ചത്? ഉത്തരം ചോദിച്ചത് ഇസഹാക്ക് യാക്കോബിനോടാണ് ചോദിച്ചത്. ഉൽപ്പത്തി 27:26. അടുത്ത ചോദ്യം. വിവാഹത്തിന് മുന്നേ സ്നേഹചുംബനങ്ങൾ നൽകിയവർ ആരാണ്? ഉത്തരം യാക്കോബും റാഹേലും. ഉൽപ്പത്തി 29:11. അടുത്ത ചോദ്യം. തൻ്റെ സഹോദരിയുടെ മകൻ്റെ വസ്തുത കേട്ട് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചതാര്? സഹോദരി മകൻ ആരാണ്? ഉത്തരം ലാബാൻ സഹോദരി മകൻ യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 29:13. അടുത്ത ചോദ്യം. അന്യോന്യം വന്ദനം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട്. 1 കൊരിന്ത്യർ 16:20. അടുത്ത ചോദ്യം. മകന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ച പിതാവ് ആരാണ്? മകൻ ആരാണ്? ഉത്തരം 2 പുത്രന്മാരുള്ള പിതാവ്, അതായത് ധൂർത്തപുത്രന്റെ പിതാവ് കെട്ടിപ്പിടിച്ചത് ഇളയ മകനെ. ലൂക്കോസ് 15:20. അടുത്ത ചോദ്യം. യേശുവിനെ ചുംബിച്ച ഒരു ശിഷ്യൻ ആരാണ്? ഉത്തരം യൂദ. മർക്കോസിന്റെ സുവിശേഷം 14:45. അടുത്ത ചോദ്യം. തമ്മിൽ ചുംബിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം നീതിയും സമാധാനവും. സങ്കീർത്തനങ്ങൾ 85:10. അടുത്ത ചോദ്യം. അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു പോയത് ആരാണ്? ഉത്തരം ഓർപ്പ. രൂത്തിന്റെ പുസ്തകം 1-14. അടുത്ത ചോദ്യം. തൻ്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്നപ്പോൾ വണങ്ങി ചുംബിച്ചതാരാണ്? ഉത്തരം മോശെ. പുറപ്പാട് പുസ്തകം 18:7. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവവചന പഠനത്തിന് പ്രയോജനപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.